ഒരു ഉമ്മത്തിനെ പൊതുശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് ദഅവത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ കാന റബ്ബുക മുഹ്ലിക്കൽ ഖുറാ ബിളുൽമിൻ വഅഹ്ലുഹാ മുസ്ലിഹൂൻ. ഒരു നാട്ടിൽ ഇസ്ലാഹി പ്രവർത്തകർ ഉള്ള കാലത്തോളം ആ നാടിനെ അല്ലാഹു ശിക്ഷിക്കുകയില്ല. എന്താ ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ? നന്നാക്കുക. വഅഹ്ലുഹാ മുസ്ലിഹൂൻ എന്നാ പറഞ്ഞത്, അവിടെ ഇസ്ലാഹ് നടത്തണം എന്നാ പറഞ്ഞത്. ചില ആളുകൾ പറയും ഇസ്ലാഹ് അല്ല വേണ്ടത്, തർബിയത്താണ്. സുബ്ഹാനല്ലാഹ്, അമ്പിയാക്കൾ ചെയ്ത പണിയല്ല വേണ്ടത് എന്നാണോ? അമ്പിയാക്കൾ പറഞ്ഞ അങ്ങനെയാണ്, ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ. ഇസ്ലാഹ് എന്നതോട് സമൂഹത്തിന്റെ അഖീദയെയും പെരുമാറ്റത്തെയും ഒക്കെ നന്നാക്കി തീർക്കുന്ന ഏർപ്പാടാണ്. അതന്നെയാണ് ദഅവത്ത്, അത് തന്നെയാണ് തർബിയത്ത്, അത് തന്നെയാണ് അംറു ബിൽ മഅറൂഫ് വനഹ്യു അനിൽ മുൻകർ. വിശദാംശങ്ങളിൽ വ്യത്യാസം ഉണ്ടെങ്കിലും ഒക്കെ ഒന്ന് തന്നെയാണ്. ഒന്ന് മറ്റൊന്നിനെ നിരാകരിക്കേണ്ട ആവശ്യമില്ല. ഇസ്ലാഹ്, ഒരു നാട്ടിൽ ഇസ്ലാഹികൾ ഉള്ളപ്പോൾ ആ നാടിനെ അള്ളാഹു ശിക്ഷിക്കുകയില്ല. അതുകൊണ്ട് പൊതുശിക്ഷയിൽ നിന്നൊരു സമൂഹം രക്ഷപ്പെടണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മൾ ദഅവ രംഗത്ത് ദഅവത്തിനെ സജീവമാക്കണം. സ്വയം നമ്മൾ അള്ളാഹുവിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നതും ദഅവത്താണ്. 11ാമത്തെ പോയിന്റ്. ശബ്ബത്ത് നാളിന്റെ അന്ന് മീൻ പിടിച്ച യഹൂദന്മാരോട് അത് പാടില്ല എന്ന് പറഞ്ഞവരെ കുറിച്ച് നിങ്ങൾ എന്തിനാണ് അവരെ ഉപദേശിക്കുന്നത്? അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഖാലു മഅദിറത്തൻ ഇലാ റബ്ബിക്കും വലഅല്ലഹും യത്തഖൂൻ. അള്ളാഹുവിന്റെ അടുത്ത് ഉദറ് പറയാനാണ്. ഒപ്പം അവർ നന്നായാലോ, കേട്ട് മനസ്സിലാക്കിയാലോ, പോക്കിരികളാണെങ്കിലും അവരിൽ ആരെങ്കിലും ഒരാൾ ചിന്തിച്ചാലോ. ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി അൻജയ്നൽ ലദീന യൻഹൗന അനിസ്സൂ. അള്ളാഹുവിന്റെ കൽപ്പനയെ അവർ ധിക്കരിച്ചപ്പോ തിന്മ കൊണ്ട് വിലക്കിയവർ അള്ളാഹു രക്ഷപ്പെടുത്തി എന്നാണ്. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്ത ആളുകളെ അള്ളാഹു ആ പൊതുശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തി. അപ്പൊ ഒരു നാട്ടിൽ ഇനി അഥവാ പൊതുശിക്ഷ വന്നു എന്ന് കരുതുക, എന്നാൽ തന്നെ ദഅവ രംഗത്തുള്ള ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൻഷാ അല്ലാഹ് രക്ഷപ്പെടുത്തും. അതാണ് അതിലെ 11ാമത്തെ പോയിന്റ്. 12ാമത്തെ പോയിന്റ്, രാജ്യത്ത് നിർഭയത്വം സ്ഥാപിതമാകും. രാജ്യത്ത് നിർഭയത്വം സ്ഥാപിതമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് തുടങ്ങിയപ്പോൾ അവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് തഖാഫൂന അൻ യതഖത്തഫകുമുൻ നാസ്, ജനങ്ങൾ നിങ്ങളെ റാഞ്ചിയെടുക്കുന്ന അവസ്ഥ ഉണ്ടാവുമായിരുന്നു എന്നാ. അത്രക്ക് ദുർബലരായിരുന്നു. പക്ഷെ ദഅവത്ത് വ്യാപിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഹത്താ യസീറ റാകിബു മിൻ സനആ ഇലാ ഹളറമൗത്ത് ലാ യഖാഫു ഇല്ലല്ലാഹ് അവിദ്ദിബ അലാ ഗനമിഹി. സനആ മുതൽ ഹളറമൗത്ത് വരെ റബ്ബിനല്ലാതെ വേറൊരാളെയും പേടിക്കാതെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ ഇൻഷാ അല്ലാഹ് ഉണ്ടാകുന്നതാണ്. ദഅവത്തിന്റെ വ്യാപനമായിരുന്നു. ഇസ്ലാം വ്യാപിച്ചപ്പോൾ നിർഭയത്വം വ്യാപിച്ചു. കാരണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ നിർഭയത്വം എന്നാണ്, സമാധാനമാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ നിർഭയത്വം എന്നാണ്. ഈമാനും ഇസ്ലാമും വ്യാപിച്ചാൽ നിർഭയത്വവും സമാധാനവും വ്യാപിക്കും. അതുകൊണ്ട് ഒരു രാജ്യത്ത് നിർഭയത്വം ഉണ്ടാവണോ, ദഅവത്ത് സജീവമാകട്ടെ. ഒരടി പോലും അതിൽ നിന്ന് പുറകോട്ട് വലിയരുത്, എന്തു പ്രതിസന്ധികൾ സമൂഹത്തിലുണ്ടായാലും. 13ാമത്തത്, ഉള്ള നിർഭയത്വം നിലനിൽക്കണമോ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും വേണം. الذين إن مكناهم في الأرض أقاموا الصلاة وآتوا الزكاة وأمروا بالمعروف ونهوا عن المنكر. അള്ളാഹു നിർഭയത്വം ഒരു വിഭാഗത്തിന് നൽകിയാൽ അവർ നമസ്കാരം നിലനിർത്തും, സക്കാത്ത് കൊടുക്കും, നന്മ കൽപ്പിക്കും, തിന്മ വിരോധിക്കും. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്താൽ അള്ളാഹു അവിടെ നിർഭയത്വം നിലനിർത്തും. ഇല്ലെങ്കിലോ ഏതായാലും നമ്മൾ സുസ്ഥിതിയിലായി, ഇനിയിപ്പോ ദഅവ രംഗത്തൊന്നും നിലനിൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കരുതിയപ്പോഴാണല്ലോ പലപ്പോഴും ഇസ്ലാമിക സംഘടനകൾ പിളർന്ന് ഛിന്ന ഭിന്നമായത്. എന്താണ്, ഒക്കെ ആയി കഴിഞ്ഞു എന്ന് കരുതി. അതുകൊണ്ട് തന്നെ തൗഹീദും സുന്നത്തും ഒക്കെ ദഅവത്ത് ചെയ്യൽ കുറച്ച് നിർത്തി നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് പോകാമെന്ന് തുടങ്ങിയപ്പോ അള്ളാഹു പരീക്ഷിച്ചു. അപ്പൊ ലഭിച്ച നിർഭയത്വം നിലനിൽക്കണമോ, ദഅവത്ത് സജീവമായി തുടരണം. ദഅവത്ത് സജീവമായി, കാരണം നമ്മൾ എപ്പോഴും ഹിദായത്ത് ആവശ്യമുള്ളവരാണ്. സൂറത്തുൽ ഫത്ഹ് ഏകദേശം നബിയുടെ അവസാന കാലഘട്ടത്തിൽ ഇറങ്ങിയ അധ്യായമാണ് അല്ലേ? 20 വർഷങ്ങൾക്ക് അല്ലെങ്കിൽ 15 വർഷങ്ങൾക്ക് ശേഷം. എന്നിട്ടും അതിലുള്ളത് എന്താണ്? വയഹ്ദിയക സിറാത്തൻ മുസ്തഖീമ എന്നാണ്. നിന്നെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നബി സിറാത്തുൽ മുസ്തഖീമിലായിരുന്നില്ലേ? ആണ്. പക്ഷെ ഹിദായത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ഓരോ ദിവസവും അത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ദീനിനെ കുറിച്ച് കേട്ട് 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 അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. അത് അതിൽ 13ാമത്തെ പോയിന്റായി നിങ്ങളത് രേഖപ്പെടുത്തണം. 14ാമത്തെ പോയിന്റ്, നമ്മളിൽ നിന്ന് വന്നു പോകുന്ന അബദ്ധങ്ങളും പിഴവുകളും അള്ളാഹു നമുക്ക് പുറത്തു തരാൻ അത് കാരണമായി തീരും. ചില ആളുകൾ ധരിച്ചതുപോലെ അബദ്ധങ്ങൾ പറ്റുന്നവൻ ദഅവരംഗത്ത് ഉണ്ടാവരുത് എന്നല്ല. പിന്നെയോ അബദ്ധങ്ങൾ പറ്റിയാൽ ദഅവ കൊണ്ട് അള്ളാഹു എന്ത് ചെയ്യും? പുറത്തു കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫിത്നത്തുർ റജുലി ഫീ മാലിഹി വ അഹ്ലിഹി വ വലദിഹി വ ജാരിഹി യുകഫിറുഹാ അസ്സിയാമു വസ്സലാത്തു വസ്സദഖ വൽ അംറു ബിൽ മഅറൂഫി വൻ നഹ്യു അനിൽ മുൻകർ.
ഒരു വ്യക്തി കുടുംബം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, മക്കളെ കൊണ്ട്, അയൽവാസികളെ കൊണ്ടൊക്കെ പരീക്ഷണത്തിന് വിധേയമാകും. അഥവാ അവർ കാരണം തെറ്റ് ചെയ്യേണ്ടി വരും. അതിന്റെ ഷറഹിൽ അങ്ങനെയാണുള്ളത്. അവർ കാരണം ചിലപ്പോ അബദ്ധങ്ങൾ പറ്റും ജീവിതത്തിൽ. പക്ഷേ നോമ്പ് കൊണ്ടും സദക്ക കൊണ്ടും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നത് കൊണ്ടും അള്ളാഹു അതിനെ മായ്ച്ചു കളയുന്നതാണ്. എന്ന് പറഞ്ഞാൽ അബദ്ധങ്ങൾ പറ്റി പടച്ചറബേന് ഞാനിതിനൊന്നും പറ്റൂല എന്ന് പറഞ്ഞാൽ ആരും മാറി നിൽക്കരുത്. അബദ്ധങ്ങൾ പറ്റിയവരാരും മാറ്റി നിർത്താനും പാടില്ല. പിന്നെയോ അവർ ദഅവാരംഗത്ത് വീണ്ടും സജീവമാകട്ടെ. ഇൻഷാ അള്ളാഹ് ഒരു പക്ഷേ അവരുടെ ആ പ്രവൃത്തി കൊണ്ട് അള്ളാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുത്തേക്കാം. അവസാനത്തത് 15-ാമത്തേത്, വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ പറയാൻ ഉദ്ദേശിച്ചതിൽ അവസാനത്തത് അല്ലെങ്കിൽ 15-ാമത്തേത്, മുസ്ലിം ഉമ്മത്തിലെ ഓരോ വ്യക്തികളെയും ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു ഏർപ്പാട് കൂടിയാണത്. കാരണം നമ്മൾ പറഞ്ഞു, ദഅവത്ത് ഒരു നാട്ടിൽ ഒരു വ്യക്തിയോ സമൂഹമോ ഏറ്റെടുക്കാത്ത കാലത്തോളം അതിന്റെ ഹുക്മ് ഫർളു ഐനാണ്. എല്ലാവരും ശിക്ഷിക്കപ്പെടും. എന്നാൽ ഒരു വിഭാഗം ദഅവത്തിന്റെ സംരംഭം ഏറ്റെടുത്താലോ മറ്റുള്ളവർക്ക് പിന്നെ അത് സുന്നത്തായി, ഫർളു കിഫായയായി, അവർ ശിക്ഷിക്കപ്പെടൂല. അപ്പൊ ദഅവത്ത് ഏറ്റെടുക്കുന്ന പണ്ഡിതന്മാരും അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളും വലിയൊരു സേവനമാണ് സമൂഹത്തിൽ ചെയ്യുന്നത്. ഒന്നാമത്തത് അവർ സമൂഹത്തിൽ നന്മ ഉണ്ടാക്കുന്നു. രണ്ടാമത്തത് പൊതുശിക്ഷയിൽ നിന്നും ഫർളു ഐനിന്റെ അവസ്ഥയിൽ നിന്ന് അതിനെ ഫർളു കിഫായയിലേക്ക് മാറ്റാൻ സഹായിക്കുന്നവരാണ്. അതുകൊണ്ട് ഒരിക്കലും അവരോട് വെറുപ്പ് തോന്നരുത്. അവരിൽ അബദ്ധങ്ങളും തെറ്റുകളും കുറ്റങ്ങളും ഉള്ളവരുണ്ടാവാം. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളുടെ കൂട്ടത്തിൽ അബദ്ധങ്ങൾ പറ്റിയവരില്ലേ? ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസ് പറയുന്നിടത്ത് കരയുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്താ വിഷയം എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ വന്നിട്ട് ഒരാൾ പറയാ, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ വഴിയിൽ വെച്ചൊരു സ്ത്രീ ആലിംഗനം ചെയ്തു, ഞാൻ ചുംബിച്ചിരിക്കുന്നു, എനിക്ക് തൗബണ്ടോ? വലിയ കുറ്റാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിയുന്നവരെ കാത്തുനിന്നു. നിസ്കാരം കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം നബീന്റെ അടുത്ത് ചുറ്റിപ്പറ്റി നിന്നു. നബിയെ, ഞാൻ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി, എനിക്ക് വല്ലതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഷോൾഡറിൽ തട്ടിയിട്ട് ചോദിച്ചു, യാ ഫുലാൻ അസല്ലൈത മഅനാ, ഞങ്ങൾ കൂടെ നിസ്കരിക്കാൻ ജമാഅത്ത് നിസ്കാരത്തിന് ഉണ്ടായിരുന്നോ? അദ്ദേഹം പറഞ്ഞു, അതേ നബി, ഉണ്ടായിരുന്നു. എങ്കിൽ ഖദ് ഗഫറല്ലാഹു ലക്, അല്ലാഹു നിനക്ക് പുറത്തു തന്നിരിക്കുന്നു, പോയിക്കോ, അല്ലാഹു നിനക്ക് പുറത്തു തന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗഖിഫാണത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമൂഹത്തിലെ അബദ്ധങ്ങൾ പറ്റിയവരെ ഉൾക്കൊള്ളാൻ മാത്രം വിശാലമായിരുന്നു. എന്നാൽ പലരും ജനങ്ങളിൽ നിന്ന് അബദ്ധങ്ങൾ പറ്റിയാൽ പിന്നെ അവനെ ഒന്നിനും കൊള്ളരുതാത്തവനായി ആട്ടി അകറ്റുന്നത്, ഒഴിവാക്കുന്നത്. ഇത് സലഫി മൻഹജിന് യോജിച്ച